ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് റെഡ് വൈൻ അതല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് വെച്ച് നമുക്ക് 2-3 പാക്കുകൾ ഉണ്ടാക്കാം. ഓക്കെ, ഈ ഗ്രേപ്പ് ജ്യൂസ് ഞാൻ ഓൾറെഡി വൈൻ ഫേഷ്യൽ എന്ന് പറഞ്ഞ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിരുന്നേ. അത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളതൊന്ന് ചെയ്തു നോക്കണേ. ഇത് ഞാൻ കുറച്ച് പാക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റെഡ് വൈൻ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് മിക്ക വീടുകളിലൊക്കെ വൈൻ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് റെഡ് വൈൻ എടുത്തുണ്ടാക്കാം. അതല്ല എങ്കിൽ നമുക്ക് പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, ഇപ്പോൾ ഗ്രേപ്സ് ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി നന്നായിട്ട്, കറുത്ത മുന്തിരി കേട്ടോ, നന്നായിട്ട് കഴുകണം, നല്ലോണം സർപ്പിലൊക്കെ കഴുകിയെടുക്കണം. പിന്നെ ഉപ്പിട്ട് കഴുകണം, മഞ്ഞളിട്ട് കഴുകണം, വിനിഗർ ഇട്ട് കഴുകണം, അങ്ങനെയൊക്കെ കഴുകണം. അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എങ്ങനെ മാക്സിമം കഴുകിയെടുക്കാവോ അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് ഒന്ന് അടിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് എടുക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. കുറച്ച് ഒരാഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഇതിടുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്ന് വളരെ എന്താ പറയണേ, ബ്രൈറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈൻ ഫേഷ്യലിൽ എനിക്ക് ഒരു കുട്ടി ഇട്ടേക്കണ കമൻറ്റ് ട്യൂബ് ലൈറ്റ് പോലെ ആയെന്നാണ്. അത്രയും തിളക്കവും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും കിട്ടും. നമ്മുടെ സാധാരണ നമ്മുടെ സ്കിന്നിലേക്കുന്ന ഒരു ഏൽക്കുന്ന ഡാമേജസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോയി സ്കിൻ നല്ല ബ്രൈറ്റ് ആവുന്നതിനും നല്ല ഗ്ലോ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിനും എല്ലാത്തിനും ഈ പാക്കുകൾ, റെഡ് വൈൻ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ഉപയോഗിച്ചുള്ള പാക്കുകൾ വളരെ പ്രയോജനം ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനി പറഞ്ഞോട്ടെ പാക്കുകൾ. അപ്പം ആദ്യം തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം, പെട്ടെന്നൊന്ന് മുഖത്തൊക്കെ ഒന്ന് വല്ലാണ്ടിരിക്കുന്നു, അപ്പം എന്ത് ചെയ്യും, എല്ലാവരും ബ്ലീച്ചാണ് ഇടുന്നത് അല്ലേ. അതിന് പകരം നമുക്ക് ഈ വൈൻ ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന്, തക്കാളി ജ്യൂസ് 2 സ്പൂൺ വേണം, റെഡ് വൈൻ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരി ജ്യൂസ് അത് 2 സ്പൂൺ വേണം. അതിലേക്ക് നമുക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റൈസ് പൗഡർ, ഓക്കെ, റൈസ് പൗഡറും പിന്നെ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ ഒഴിക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്, നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നല്ല വ്യത്യാസം കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം നിങ്ങൾക്ക് തരാനുള്ള ഇൻസ്റ്റൻറ്റ് ഗ്ലോ പാക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഓയിലി സ്കിന്ന്, നന്നായിട്ട് മുഖക്കുരു, തരുതരാന്നുള്ള ചെറിയ ചെറിയ കുരുക്കൾ ഒക്കെ ഉള്ളവർക്കാണ് ഇനിയുള്ള എൻ്റെ ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഈ റെഡ് വൈൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഓക്സിജൻ്റെ ഫ്ലോ കൂടുന്നതിനും എല്ലാത്തിനും റെഡ് വൈൻ നല്ലതാണ് കേട്ടോ. മാത്രമല്ല ഇത് ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. അപ്പോൾ അത് നമ്മുടെ ബാക്ടീരിയ അങ്ങനെയുള്ളതിനൊക്കെ നശിപ്പിക്കുന്നതിനും നമ്മുടെ സ്കിന്ന് നല്ല യുവത്വം നിലനിർത്തുന്നതിനും അധികമായ ഓയിൽ പോകുന്നതിനും എല്ലാത്തിനും ഈ പാക്ക് നല്ലതാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് മെയിനായിട്ട് മുൾട്ടാണി മിട്ടി വേണം, അതല്ലെങ്കിൽ ചന്ദനപ്പൊടി കേട്ടോ. ഇതിലേതെങ്കിലും മതി. ഇനി രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കടലമാവ് എടുത്തോളൂ, അതിന് കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഹണി ഒഴിക്കാം, 2 സ്പൂൺ റെഡ് വൈൻ അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കാം, പിന്നെ 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് അതല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരട്ട, ഇതിലേതെങ്കിലും മതി. അപ്പം നമ്മൾ ഈ മുഖക്കുരു ഉള്ളവർക്ക്, ഓയിലി സ്കിന്നുള്ളവർക്ക് ഉള്ള പാക്കാണിത്. ഇത് നന്നായിട്ട്, ഇപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, മുൾട്ടാണി മിട്ടി വേണം 1 സ്പൂൺ, റെഡ് വൈൻ വേണം 2 സ്പൂൺ, ഹണി വേണം 1 സ്പൂണ്, ചെറുനാരങ്ങ നീര് വേണം 1/2 സ്പൂണ്,
ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് മുഖക്കുരു പോകുന്നതിനും അതുപോലെ മുഖത്തെ അഴുക്കെല്ലാം പോയി മുഖം നല്ല ക്ലിയറും അതുപോലെ ക്ലീൻ ആവുന്നതിനും നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ മുഖക്കുരു ഉള്ളവരും വല്ലാണ്ട് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ഇട്ട് നോക്കണം. മാത്രമല്ല ഈ മുഖക്കുരു വന്ന പാടുകൾ കാണുമല്ലോ, ആ സ്കാർട്സൊക്കെ പോകുന്നതിനും ഈ പാക്ക് നല്ലതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണേ. ഇതാണ് രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് തരുന്ന പാക്ക്. ഇനി അടുത്തതായിട്ട് ഏജിങ് സ്കിന്ന്, ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്ക് സ്കിന്നിൽ വരുന്ന നിറവ്യത്യാസങ്ങളും അതുപോലെ ചുളിവുകളും ഫൈൻ ലൈൻസും എല്ലാം പോകുന്നതിനായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഇതിന് വൈൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ടല്ലോ, അത് കൂടാതെ തന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. എടുത്തു പറയാവുന്നത് പോളിഫിനോയിൽസ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും വളരെ നല്ലതാണ്. സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതുപോലെ പോഴ്സൊക്കെ സുഷിരങ്ങളൊക്കെ ചുരുങ്ങുന്നതിനും, സുഷിരങ്ങൾ ചുരുങ്ങിയാൽ തന്നെ സ്കിന്ന് ടൈറ്റ് ആവും അല്ലേ. അപ്പം അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, സൺ ഡാമേജിനെ അകറ്റുന്നതിനും കോളേജിനെ ബൂസ്റ്റ് ചെയ്യാനും ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിനെല്ലാം ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിരിക്കുന്നത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ റെഡ് വൈൻ ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകളെല്ലാം സ്കിൻ ടൈറ്റ് ആവാനുള്ളതാണ്. സുഷിരങ്ങൾ ടൈറ്റ് ആവുന്നതിനും സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതോടൊപ്പം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എഗ് വൈറ്റ് വേണം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എഗ് വൈറ്റ് എടുക്കുക. പിന്നെ വൈൻ 2 സ്പൂൺ വേണം. അതോടൊപ്പം തന്നെ ഹണി 1 സ്പൂൺ വേണം. പിന്നെ ഒലിവ് ഓയിൽ കേട്ടോ, ഒലിവ് ഓയിൽ, ബദാം ഓയിലോ ഏതെങ്കിലും ഓയിൽ, കോക്കനട്ട് ഓയിൽ, അത് ഡ്രൈ ആയിരിക്കും മിക്കവാറും. ഒരു 40-45 ഒക്കെ കഴിയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ തിളക്കമൊക്കെ പോയി അതുപോലെ തന്നെ വല്ലാണ്ട് വലിഞ്ഞു മുറുങ്ങി അങ്ങനെയുള്ളൊരു അവസ്ഥയിലോട്ട് നീങ്ങും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ പാക്കുകളിലെല്ലാം ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് റൈസ് ഫ്ലോറോ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കൊക്കോ പൗഡറോ വീറ്റ് പൗഡറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വിധം പറയാം. എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുത്ത് അതിലേക്ക് ഒരു 2-3 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ റെഡ് വൈൻ ഒഴിക്കാം, ഹണി 1 സ്പൂൺ ഒഴിക്കാം, ഒലിവ് ഓയിൽ 1/2 സ്പൂൺ ഒഴിക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റൈസ് ഫ്ലോറോ അതുപോലെ കൊക്കോ പൗഡറോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡറെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക, മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. എഗ് വൈറ്റ് ഉള്ളത് കൊണ്ട് സംസാരിക്കരുത്, ചിരിക്കരുത്, മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് മിണ്ടാതിരിക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കേട്ടോ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും നല്ല ബ്രൈറ്റ്നസ് കിട്ടും ഈ വൈൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യണം, എന്നെ റിസൾട്ടും അറിയിക്കണേ തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എനിക്കൊരു ഇച്ചിരി ജലദോഷപ്പനിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളത് സഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യുക. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.